ഇന്ന് വന്നിട്ടുണ്ടായത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുനോക്കുക. അപ്പം എന്താ പറയാ, എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന്റെ സെന്റർ ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ സെന്റർ ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് 3 ഇഞ്ചായിട്ട് മാർക്കിങ് കൊടുക്കും കേട്ടോ, അപ്പുറപ്പുറമായിട്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളത്. നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുണ്ടായത് ഓർഗാൻസ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് പ്ലീറ്റ് ഇടാൻ കുറച്ച് പാടുണ്ടാവും. അവിടെ സൂക്ഷിച്ചിട്ട് നമ്മൾ ഇതേപോലെ നീറ്റായിട്ട് പ്ലീറ്റ് ചെയ്തിട്ട് മാറ്റും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ആ ബോട്ടം പാർട്ടിൽ അംബ്രല്ല കട്ട് ഫുൾ ഫ്ലെയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായത്. അതിന് നമ്മൾ താഴെ ഭാഗത്ത് നമ്മൾ അംബ്രല്ല കട്ടിന് പൊതുവെ ജോയിന്റ് കൂട്ടാറില്ലേ, നമ്മൾ ലെങ്ത് എത്താണ്ടെടുക്കുമ്പോൾ ആ ഒരു പീസാണ് നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതിന്റെ കട്ടിങ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിട്ടാ. സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒരു കട്ട് ഇട്ടെടുത്തതിന് ശേഷം ആ സെന്റർ ഭാഗത്താണ് നമ്മൾ 2 പീസും ജോയിന്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ച് ആ കട്ടിട്ട ഭാഗത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടാണ് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോരേണ്ടത് കേട്ടോ. 2 പീസിന് ഇതുപോലെ ജോയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് ഇതേ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് നിൽക്കും. ഈ ജോയിന്റ് എല്ലാം കൂട്ടിയതിന് ശേഷം സ്കേർട്ടിന്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഒന്നൊരു ഓപ്പൺ കൊടുക്കുക. അത് നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം പാർട്ടിലെ എല്ലാ ഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഹാൻഡ് ഫ്രീസ് ആണ് കൊടുക്കുന്നത്. പൊതുവെ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് കൈകൊണ്ട് ചെയ്യലായിരിക്കും ഏറ്റവും ബെറ്റർ ആയതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വന്നിട്ടുണ്ടായത് അത് കറക്റ്റ് തന്നെയാണ് ഈ ഒരു ഫ്രിൽസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്യൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് കട്ടിങ് വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ചിങ് വീഡിയോ കാണലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലെയിൻ നെറ്റും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അടിയിൽ വെക്കാൻ വേണ്ടിക്ക് അതും ഇതേപോലെ പ്രിൽസും കാര്യങ്ങളും ഇട്ടതിന് ശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൽസ് ഇട്ട് വെച്ച ഈ ഒരു 2 ക്ലോത്തും നമ്മൾ ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി, അതായത് 3 ക്ലോത്ത് ക്രൈപ്പ് ലൈനിങ്, പ്ലെയിനെറ്റ്, നമ്മൾ മെയിൻ ക്ലോത്ത് ആയ ഓർഗൻസ്, അത് 3ഉം കൂടി ഒരുമിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റും കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് അതായത് നമ്മൾ ബോഡി പാർട്ട് സ്റ്റിച്ചിങ്ങിലാണ്. ബോഡി പാർട്ടിന്റെ നമ്മൾ മേത്ത് മുട്ടുന്ന ഭാഗം വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ. അത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്താ പറയാ, ആദ്യം നമ്മൾ ക്രൈപ്പ് ലൈനിങ് എന്നിട്ട് ഓർഗാൻസ വെക്കും, അതിന്റെ മേലാണ് കോട്ടൺ ലൈനിങ് വെക്കാറുള്ളത്. അതായത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കോട്ടൺ ലൈനിങ് നമ്മൾ മേൽഭാഗത്തേക്ക് മുട്ടും, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നെക്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന ക്ലോത്തെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്തിന്റെ കോട്ടൺ ലൈനിങ് ഇല്ലേ, അത് ഇതേപോലെ പൊന്തിച്ച് വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വരാത്ത രീതിയിൽ നെക്ക് പോർഷൻ നമ്മൾ കോട്ടൺ ലൈനിങ്ങിന്റെ മേലിൽ മാത്രം ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ ജോയിന് വേണ്ടിക്ക് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ ആ ഒരു മെയിൻ ക്ലോത്ത് ഇല്ലേ, അതും ലൈനിങ്ങും ഇതുപോലെ ഒന്ന് വിടർത്തി വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ വിടർത്തി വെച്ച ശേഷം അതേപോലെ തന്നെ ബാക്ക് പോർഷനും ഇതേപോലെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു നെക്കിന്റെ ആ ഒരു സ്റ്റിച്ച് ഉണ്ടായിട്ടില്ലേ, അവിടെ കറക്റ്റ് ആയിട്ട് ഒരു സൂചി കുത്തി കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷോൾഡർ എന്താ പറയുക നല്ല രീതിയിൽ ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ കുറേ ട്രിക്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിക്കോട്ടോ. നെക്കിന്റെ ഭാഗവും ഷോൾഡറിന്റെ ഭാഗവും നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിന്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ എന്താ പറയുക സ്ലീവ് സ്റ്റിച്ചിങ്ങിലാണ്. അതിന് വേണ്ടിക്ക് നമ്മളെ മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തിലെ കോട്ടൺ ലൈനിങ് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതിന്റെ സെന്ററിൽ നമ്മൾ ഷോൾഡറിന്റെ ഒരു സ്റ്റിച്ച് ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ സ്ലീവിന്റെ സെന്റർ ഒന്ന് പിൻ ചെയ്തിട്ട് വെച്ച ശേഷം നമ്മൾ പൊതുവെ എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു സ്ലീവ് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിന്റെ മേലിൽ വെച്ചതിന് ശേഷം ആ ഒരു നീക്കി വെച്ച ആ ഒരു കോട്ടൺ ലൈനിങ് ഉണ്ടാവില്ലേ, അത് നമ്മളെ ആ ഒരു ഷോൾഡറിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹാം ഹോള് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഉള്ളിലേക്കൂടി ഒന്ന് വലിച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ സ്ലീവ് ഇതേപോലെ ഹൈഡായിട്ട് കിട്ടും കേട്ടോ.
അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യം വീഡിയോ കണ്ടാൽ മതി കേട്ടോ ആ ഒരു ഭാഗം എത്തുമ്പോൾ. ഓക്കെ, അപ്പം ബോഡി പാർട്ടെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് സീമിങ് ചെയ്യലാണ്. അതിന് വേണ്ടിക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് മെയിൻ ക്ലോത്ത് മാത്രം ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആം ഹോളിന്റെ സെന്ററിൽ നമ്മൾ ഷേപ്പിന്റെ കറക്റ്റ് ഒരു സൂചി കുത്തിയതിന് ശേഷം മെയിൻ ക്ലോത്ത് മാത്രം നമ്മളെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് അവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ചിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുക. അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരു ബോഡി പാർട്ട് നമ്മൾ എന്താ പറയുക സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഞാൻ എപ്പം പറയുന്നത് പോലെ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം വീഡിയോ കണ്ടതിനാൽ എൻ്റെ എല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ ബോഡി പാർട്ടിലേക്ക് നമ്മളെ ബോട്ടം പാർട്ട് ഇതേപോലെ ജോയിൻ ചെയ്യലാണ്. അത് ജോയിൻ ചെയ്യൽ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മളെ ഓർഗാൻസ മെറ്റീരിയലിന്റെ മേലിലാണ് ബോഡി പാർട്ടിന്റെ മേലിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അതായത് കോട്ടൺ ലൈനിങ് ഉള്ളിൽ കൊടുത്ത് നമ്മളൊരു കോട്ടൺ ലൈനിങ് ഉണ്ടായില്ലേ അതൊന്ന് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഇതേപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്ലീറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അവിടെ ഇവിടെ ചുളിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുക്കലാണ് നെക്സ്റ്റ്. അത് ഇതേപോലെ തന്നെ നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഓക്കെ, മുകൾ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോള്, നെക്ക്, വേസ്റ്റ് റൗണ്ട്, ഷോൾഡർ എല്ലാ ഭാഗവും നമുക്ക് ഹൈഡായിട്ട് സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യും. എല്ലാം കറക്റ്റ് ഒന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ അയൺ ചെയ്യും കേട്ടോ. ഈ അയൺ ബോക്സിനെ കുറിച്ച് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾക്ക് സ്ലീവിലെ എൻഡ് ഭാഗത്ത് ഇതേപോലെ എലാസ്റ്റിക് ബലൂൺ സ്ലീവ് ആണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്, അതും കൊടുത്തതിന് ശേഷം ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു ബോ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഈ ബോ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ എലാസ്റ്റിക്കിന്റെ സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ടായിന്. എലാസ്റ്റിക്കിന്റെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രോക്കിന്റെ ലെങ്ത് എല്ലാം കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം താഴെ ഭാഗത്ത് ഒന്ന് ഫോൾഡ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന്റെ ഫോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ പറയുക, അംബ്രല കട്ടിന്റെ താഴെ ഭാഗത്തിൽ നമ്മൾ ഫാഷൻ മേക്കർ മെഷീൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ബോഡി പാർട്ടിൽ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് ലാസ്റ്റ് ഇതേപോലെ ഒരു ഹാൻഡ് വർക്കിൽ ഒരു ലൈസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അത് തുന്നി കൊടുക്കലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ബോഡി പാർട്ടിന്റെ താഴോളം വരെ നമ്മൾ ലോങ് ആയിട്ട് തന്നെ സിബ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് അത് ഈ ഒരു രീതിയിലാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.